എടീ ഇവിടെ ഉള്ള ആ വ്യൂ നോക്ക്. ഇതാ കാരണം നമ്മുടെ ടെക്നോ പാർക്കാണ്. അവിടെ ഒരു ഷീറ്റ് പോലെ ട്രീ കണ്ട അത് ഇതാണ് എന്തോന്നറിയാമോ, നമ്മുടെ ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം, അവിടെ ടെക്നോ പാർക്ക്. ഇത് ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ അങ്ങൊരു ബിൽഡിംഗ് കാണുന്നുണ്ടോ? അതെന്തോന്നറിയാമോ? ടെക്നോ പാർക്ക് ഫേസ് 4 ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. അതായത് കഴക്കൂട്ടം മൊത്തം ഇവിടെ നിന്ന് കാണാം. ഫുൾ വിസിബിൾ ആണ് കഴക്കൂട്ടം, ഫുൾ വിസിബിൾ. അങ്ങ് ഇവിടെ ഒരു ഫ്ലാറ്റ് വരുന്നുണ്ട്, അസറ്റിന്റെ ലീഫ് എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റാണ് ഇതാ വരുന്നത്. അങ്ങനെ ഈ സൈഡ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് കഴക്കൂട്ടം മൊത്തം കാണാൻ പറ്റും. ഇതൊരു കിടിലം ബിൽഡിംഗ് ആണ്. ഞാൻ ഇപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത്. ഈ ബിൽഡിംഗ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള ബിൽഡിംഗ് ആണ്. ഇവിടുത്തെ വ്യൂ ആണ് വ്യൂ. എൻ്റെ മോൻ വിഷയം വ്യൂ കേട്ടോ. എല്ലാം കാണാം, കഴക്കൂട്ടം മൊത്തം ഇൻഫ്ര കാണാം. ദാ അവിടെ ടെക്നോ പാർക്ക് ഫേസ് 4 കാണാം. ഫേസ് 4 എല്ലാം, ഫേസ് 4 ഒക്കെ എന്ത് കിലോമീറ്റർ എന്ന് അറിയാം, 3-4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഫേസ് 4 എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ദാ എന്നാൽ ടെക്നോ പാർക്ക്, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എല്ലാം അടുത്ത്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എല്ലാം ജസ്റ്റ് ഒരു 500 മീറ്റർ ഉള്ളൂ ഇവിടെ നിന്ന്. കണ്ടോ അത്രയും വ്യൂ ആണ്. ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ ആ ഒരു വ്യൂ കിട്ടുന്നത് ഇതിന്റെ മുകളിൽ നിന്നാണ്. നമുക്ക് ഈ ഒരു കിടിലം PGക്കും ഹോസ്റ്റലിനും കൊടുക്കാൻ പറ്റിയ ഒരു കിടിലം ബിൽഡിംഗ് ആണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ ആൾറെഡി തന്നെ PGക്കും ഹോസ്റ്റലിനും PGക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം കറന്റ് ഇപ്പൊ എല്ലാ റൂമും ഒക്കുപ്പൈഡ് ആണ്. ഇതിലിപ്പോൾ എത്ര റൂം എന്നറിയാം ഈ ബിൽഡിങ്ങിൽ വന്നിട്ടുള്ളത്? 8 റൂമാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ബിൽഡിംഗ് മൊത്തം 8 റൂമാണ്. പക്ഷേ കണ്ടാത്തതില്ല, പക്ഷേ ഇതിപ്പോൾ 8 റൂമുണ്ട്. 2 ഫ്ലോറാണ് വന്നിട്ടുള്ളത്. 2 ഫ്ലോർ ബിൽഡിംഗ് ആണ്. ലൊക്കേഷൻ മനസ്സിലായില്ല, ഞാൻ ആദ്യമേ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കഴക്കൂട്ടം 4 മുക്ക് ജംഗ്ഷൻ. അവിടെ നിന്ന് 4 മുക്ക് ജംഗ്ഷൻ ആണ്. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 150 മീറ്റർ പോലും ഇല്ല. അത്രയും അടുത്താണ് നമ്മുടെ ഈ കിടിലം പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മൊത്തം 7.5 സെന്റിൽ 2700 സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ലൊരു കിടിലം ബിൽഡിംഗ് ആണ്. ഫുള്ളി ഫർണിഷ്ഡ് ബിൽഡിംഗ് ആണ്. 8 റൂമുണ്ട്. 8 റൂമിൽ ആളുണ്ട്. ഫുള്ളി ഒക്കുപ്പൈഡ് ആണ്. ഇപ്പം കൊടുത്തിരിക്കുന്ന കൂടുതൽ ടെക്നോ പാർക്കിൽ നമ്മൾ ടെക്കീസിനാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ പെർ ഹെഡിന് ഓരോ ആളുടെ നിന്നും 6000 രൂപ വീതമാണ് നമുക്കിപ്പം കൊടുത്തിരിക്കുന്നത്. ഒരു റൂമിൽ തന്നെ 2 ആൾക്കാർ വീതമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ മൊത്തം ഒരു ഫ്ലോറിൽ നിന്ന് തന്നെ 50 to 60,000 രൂപ വരെയാണ് ഇപ്പം കിട്ടുന്നത് ഒരു ഫ്ലോറിൽ നിന്ന്. അങ്ങനെ 2 ഫ്ലോറും കൂടെ ഏകദേശം 1 ലക്ഷത്തിന് മേലെയാണ് ഇപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് ഫുള്ള് ഞാൻ ഈ ബിൽഡിംഗ് മൊത്തം ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാമേ. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ റൂമുകളെ കണ്ട നല്ല അടിപൊളിയായിട്ട് കണ്ടീഷനിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. നമ്മളിപ്പം മിക്ക കഴക്കൂട്ടത്തൊക്കെ അപ്പാർട്ട്മെൻ്റ് ഒക്കെ നോക്കുമ്പോഴും ഇതുപോലെ PGക്ക് കൊടുക്കാനുള്ള ഹോസ്റ്റൽ നോക്കുമ്പോൾ ഈ ഒരു കണ്ടീഷനിൽ കിട്ടൂല. ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ കണ്ടു നോക്ക്. കണ്ട എന്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കണമെന്ന് നോക്ക്. ഓരോ റൂമും കണ്ട മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷം മാത്രമേ പഴക്കം വരുള്ളൂ. നല്ല കണ്ടീഷനിലാണ് ഇരിക്കണം. കണ്ട കിച്ചണൊക്കെ കണ്ട എന്ത് സൂപ്പർ കിച്ചൺ നോക്ക്. എന്ത് നല്ല അടിപൊളിയായിട്ട് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണുണ്ട. കണ്ടോ നോക്ക്, നിങ്ങൾ തന്നെ നോക്ക്. വർക്ക് ഏരിയ ഉണ്ട്. ഇല്ല നല്ല രീതിക്ക് ഒരു പുതിയ വീട് കണക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ വാഷിംഗ് മെഷീൻ എല്ലാ സംഭവം മൊത്തത്തിലാണ് നമുക്കിപ്പോൾ സെയിലാക്കുന്നത്. ഇത് ഇവിടെ ഒരു കുടിവെള്ളത്തിനായിട്ട് നല്ലൊരു സൂപ്പർ കിണറുണ്ട്. അത് മാത്രമല്ല മഴവെള്ള സംഭരണിയും ഉണ്ട്. ഇതാ മഴവെള്ളത്തിനായിട്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. അവിടെ ഫ്രണ്ടിൽ 8000 ലിറ്ററിൻ്റെ ഒരു കണക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. മഴവെള്ള സംഭരണിയും ഉണ്ട്, കിണറും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പം പിന്നെ നോക്കണ്ടല്ല, കുടിവെള്ളത്തിന് നോ പ്രോബ്ലം. അപ്പോൾ നല്ല രീതിയിൽ ഇതാ ഇവിടെയും കുറച്ചൊരു സ്പേസ് ഒക്കെ ഉണ്ട്. ഇതാ എല്ലാ കിച്ചണിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സ്പേസ് വരെ ഇവിടെ ഉണ്ട്. അപ്പം അത്രയും നല്ലൊരു കണ്ടീഷനിലുള്ള ഒരു ഫ്ലാറ്റാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റാണ്. ഈ ഇത്രയും കണ്ടീഷനിൽ കിട്ടാനാണ് പാട്. നമുക്കിപ്പം മിക്ക അപ്പാർട്ട്മെൻറ്റ് സെയിലിൽ വരുമ്പം കണ്ടീഷനൊന്നും കാണില്ല. ഇത് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്താണ് പോയിരിക്കുന്നത്. മെയിൻ്റെനൻസ് ഉണ്ടല്ല, ഇതിൻ്റെ വിലയാണ് ഹൈലൈറ്റ്. നല്ലൊരു പ്രൈസ് ടാഗിനാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് വരണത്. ഇതിൻ്റെ സൈസ് നോക്ക്. ഇതൊരു കിങ് സൈസ് ബെഡും ഒരു ക്യൂൻ സൈസ് ബെഡുമാണ്. എന്നിട്ടും എത്ര സൈസ് നോക്ക്. ഒരു ബെഡ്റൂമിൻ്റെ സൈസാണ് ഇതിലെ ഏറ്റവും ഒരു ഹൈലൈറ്റ്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നല്ല കീടിലെ വലിയ ബെഡ് വരെ ഉണ്ട്. അതിനൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്കിപ്പം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ എത്ര പേരെ നമുക്ക് താമസിപ്പിക്കാമെന്ന് ആലോചിച്ച് നോക്ക്. 5-6 പേരെ തന്നെ ഒരു റൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ആൾക്ക് തന്നെ ഒരു 4000 രൂപ വെച്ച് വീതം നമുക്കിപ്പോൾ ഇട്ടാലും നല്ല രീതിക്ക് റെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം 4 വെച്ചിട്ട് ഒരു 6 പേരാകുമ്പോൾ ഏകദേശം 24,000-25,000 രൂപ ഒരു റൂമിൽ നിന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കണ്ട എന്ത് രീതി മെയിൻ്റെനൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ അത് മാത്രമല്ല, ഈ ഓരോ റൂമിൽ നമുക്ക് ഈ അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ നോക്കണം. എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂം കണ്ട ഇതിൽ മെറ്റീരിയൽ നോക്ക്, സെറയുടെ ഫിറ്റിങ്സ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇതൊക്കെ നോക്ക്, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്. ബാത്റൂം എല്ലാം നല്ല അടിപൊളി നല്ല ബാത്റൂമാണ്. പിന്നെ ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒക്കുപ്പൈഡ് ആണ്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് എപ്പോഴും ഒക്കുപ്പൈഡ് ആണ്. ഇപ്പോൾ ഒരാൾ വന്നാൽ അടുത്ത ആൾ ഒറ്റയടിക്ക് റീജോയിൻ ആവും. കാരണം ഇത് അത്രയും മെയിൻ്റെനൻസ് ആണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന അപ്പാർട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് പെട്ടെന്നാണ് റെൻ്റ് ഔട്ട് ആവുന്നത്. നമുക്കിനി നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ മുകളിലോട്ട് കാണാമേ.
ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ. ഈ സെക്കൻഡ് ഫ്ലോറിലൊക്കെ ഫുൾ ആളാണ്, ഫുള്ളി ഒക്കുപ്പൈഡ് ആണ്. എല്ലാ റൂമിലും ആളുണ്ട്, ഫുള്ളി ഒക്കുപ്പൈഡ് ആണ്. എല്ലാം ടെക്നോ പാർക്കിലുള്ളവരാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, എല്ലാം ഒക്കുപ്പൈഡ് ആണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ എല്ലാ റൂമും ഒന്നും കാണിക്കാൻ പറ്റൂല, ഫുള്ളി ഒക്കുപ്പൈഡ് ആണ്. എല്ലാ റൂമിലും ആളുണ്ട്, ഇതിനകത്തെല്ലാം ഫുൾ ആളുണ്ട്. കണ്ടോ, ഇതാണ് ഇവരുടെ കിച്ചൺ വരുന്നത്. കണ്ടോ, ഇതാണ് കിച്ചൺ. ഞാൻ ഇവിടെ ഒന്ന് പറ്റും, ഇവിടെ ആളുണ്ട് കേട്ടോ, എല്ലാ റൂമിലും ആളുണ്ട്. അതുകൊണ്ട് എനിക്ക് എല്ലാ റൂമും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് താഴത്തെ ഫ്ലോർ മാത്രമേ ഇപ്പം കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി എല്ലാ റൂമിലും ആളിപ്പം ഒക്കുപ്പൈഡ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പം ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇതിപ്പം വാങ്ങിച്ച ഉടൻ തന്നെ നമുക്ക് റെൻ്റ് അങ്ങ് കിട്ടിക്കൊണ്ടിരിക്കും. അടുത്ത മാസം തൊട്ടേ പൈസ കിട്ടുകയാണ്. അതാണ് ഈ ഒരു പ്രോപ്പർട്ടി എടുത്ത് അടുത്ത മാസം തൊട്ട് തന്നെ എടുത്ത് ആ സ്പോട്ടിന് തന്നെ പൈസ അങ്ങ് കിട്ടും ഒറ്റയടിക്ക്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇപ്പം അതാണ് ഈ റിയൽ എസ്റ്റേറ്റിൽ ഇതേപോലെ ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങുകളൊക്കെ നിങ്ങൾ ഇപ്പം റെഡി ടു ഓക്കുപ്പൈ വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ അടുത്ത മാസം തൊട്ട് പൈസ അങ്ങ് കിട്ടും. അതാണ് ഈ ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിന്നുള്ള ആക്സസ് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതാ കാണുന്നത് എന്തോന്ന് നോക്ക്. ഇതാ കാണുന്നത് നമ്മുടെ ടെക്നോ പാർക്ക് ഫേസ് 1 ആണ്. ഇതാ കാണുന്നത്. ഇത് അപ്പുറത്ത് കണ്ട നമ്മളെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി വന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ 4 മുക്ക് ജംഗ്ഷൻ്റെ അടുത്താണ്. ടെക്നോ പാർക്ക് ഫേസ് 1 ഈസ്റ്റ് ഗേറ്റിൽ നിന്ന് 2 കിലോമീറ്ററും നമ്മുടെ NNCPക്ക് തൊട്ടടുത്താണ്. അത് നമ്മുടെ കാര്യമായിട്ട് NNCPയുടെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 300 മീറ്ററേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ടെക്നോ പാർക്ക് ഈസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്ററാണ് വരുന്നത്. കാര്യമായിട്ട് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് ഗേറ്റ് വഴി 500 മീറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു ബിൽഡിങ്ങിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇനി ഒരു നിലയും കൂടെ കെട്ടുക, അതായത് ബേസ്മെൻറ്റ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഒരു നിലയും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് റെൻ്റ് ഇൻകം കൂട്ടാൻ പറ്റും. ഇനി നിങ്ങൾക്ക് റെൻ്റ് ഇൻകം കൂട്ടാം. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ റൂം കണ്ടപ്പോൾ നേരത്തെ ഇപ്പം ആൾ ലോക്ക്ഡൗൺ, അതാണ് എനിക്ക് കാണിക്കാൻ പറ്റാത്തത്. അതിൽ ഓരോ റൂമിലും ഇപ്പം ഈ ഒരു റൂമിൽ 2 പേരാണ് നിൽക്കുന്നത്. അപ്പം 2 ബെഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഡബിൾ ബെഡുകൾ ഇടുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് 6000 രൂപ വെച്ചാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡബിൾ ബെഡ് ഇട്ടിട്ട് ഇപ്പുറത്തും അപ്പുറത്തോട്ട് ഡബിൾ ബെഡ് ഇട്ട് 4 പേര് ഒരു റൂമിൽ 4 പേരായിട്ട് ഒരാളുടെ നിന്ന് 4000 രൂപ വെച്ച് വാങ്ങുക. അങ്ങനെ ആകുമ്പോൾ എത്ര കിട്ടുമെന്ന് ആലോചിക്ക്. 16000 രൂപയാണ് നമുക്ക് ഒരു റൂമിൽ നിന്ന് കിട്ടുന്നത്. 16000 രൂപ. അങ്ങനെ ഒരാളുടെ നിന്ന് 4000 വെച്ചിട്ട് 4 പേരായിട്ട് ഒരു റൂമിൽ പാർപ്പിക്കുകയാണെങ്കിൽ 16000 രൂപയാണ് ഒരു റൂമിൽ നിന്ന് മാത്രം കിട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇനി ഒരു 12 ബെഡ്റൂമും കൂടെ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 8 ആണ്. ഇപ്പോൾ ഇനി ഒരു 4 ബെഡ്റൂമും കൂടെ ഒക്കെ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് റെൻ്റൽ ഇൻകം പ്രതീക്ഷിക്കാൻ പറ്റും. ഇവിടെ ഇനി ഒരു നിലയും കൂടെ അങ്ങ് കെട്ടിയെടുക്കുക. ഒന്നല്ല, ഇനി വേണമെങ്കിൽ കെട്ടാം. കാരണം ബിൽഡിംഗ് പെർമിറ്റ് എല്ലാം ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഓണറിൻ്റെ അടുത്ത് ഡയറക്റ്റ് തന്നെ സംസാരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുമേ. പിന്നെ ഇതിൽ വേറെ ഒരു കാര്യം ചെയ്യേണ്ടത്, ഇപ്പം പവർ ബാക്കപ്പ് താഴെ കൊടുത്തിട്ടുണ്ട്. 2 പവർ ബാക്കപ്പ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതിപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ബിൽഡിംഗ് കെട്ടിക്കഴിഞ്ഞിട്ട് സോളാർ അങ്ങോട്ട് വെക്കണം. സോളാർ വെച്ച കാര്യങ്ങളൊക്കെ എളുപ്പവും. സോളാർ എന്തായാലും ചെയ്യണം. കാരണം ഇപ്പോൾ എല്ലാവരും സോളാർ വെക്കണമുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷൻ വരെ അറിയാമല്ലോ, പവർ കട്ടൊക്കെയാണ്. പവർ കട്ടൊക്കെ ആയതുകൊണ്ട് സോളാർ എന്തായാലും വെക്കണം കേട്ടോ. സോളാർ വെച്ചാലേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ വരെ സോളാർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോളാർ ഉള്ളതുകൊണ്ട് എല്ലാം ഈസിയാണ്. അപ്പോൾ സോളാർ അങ്ങോട്ട് വെച്ചാൽ നല്ല രീതിക്ക് അങ്ങ് മുന്നോട്ട് പോകും കാര്യങ്ങൾ. എല്ലാം നല്ല രീതിക്ക് ഇലക്ട്രിസിറ്റി ബില്ലെല്ലാം നമുക്ക് ലാഭിക്കാം. കാരണം ഇപ്പോൾ ഈ 8 പേർക്ക് കൊടുക്കുമ്പോൾ തന്നെ എന്തുമാത്രം ഇലക്ട്രിസിറ്റി ബില്ല് തന്നെ അവർക്ക് അടയ്ക്കേണ്ടി വരും. അവരുടെ കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ സോളാർ അങ്ങ് വെച്ച കാര്യങ്ങളൊക്കെ ഈസിയാവും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിൽ ഒരു നിലയും കൂടെ അങ്ങ് കെട്ടിയെടുക്കുക. പിന്നെ ആ വ്യൂ നിങ്ങൾ കണ്ടല്ലോ, ആദ്യമേ കാണിച്ചില്ലേ, സൂപ്പർ വ്യൂ ആണ് ഇവിടുത്തെ. കഴക്കൂട്ടം മൊത്തം ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സോളാറും കൂടെ വെച്ച് ഫുള്ള് നിങ്ങൾ ഒരു നിലയും കൂടെ അങ്ങ് കെട്ടിയെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ എമൗണ്ട് എന്ന് വെച്ചാൽ നല്ലൊരു പ്രൈസ് ടാഗിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഒരു ട്രെൻഡാണ്. അതായത് പ്ലോട്ട് വാങ്ങിച്ചിട്ട് അപ്പാർട്ട്മെൻറ്റ് ചെയ്യുക കഴക്കൂട്ടം ഭാഗത്ത്. അതൊരു ട്രെൻഡാണ്. കാരണം അത്രയ്ക്ക് റെൻറ്റിലിങ്ങോ അല്ലേ കിട്ടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് പറയാൻ പറ്റില്ല, ട്രെൻഡ് നല്ലൊരു ട്രെൻഡാണ്. അപ്പോൾ സംഭവം അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ് കെട്ടാനാണ് നോക്കണം. പിന്നെ ഇതിൽ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഇപ്പോൾ എല്ലാ റൂമിലും നമുക്കിപ്പം കണ്ട വാഷിംഗ് മെഷീൻ സൗകര്യം വന്നിട്ടുണ്ട്. CCTV അവിടെ താഴത്തെ അവിടെ ഒരു ഫ്ലോറിൽ CCTV കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ ബാക്കപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പവർ ബാക്കപ്പ് ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, ഇവിടെയാണ് പവർ ബാക്കപ്പ്. എല്ലാ ഫ്ലോറിലും 2 ഫ്ലോറിൻ്റെ പവർ ബാക്കപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അത് മാത്രമല്ല ഇവിടെയാണ് ഒരു വലിയൊരു ടാങ്കിൻ്റെ ഇത് വെച്ചിട്ടുള്ളത്.
നമ്മൾ മറ്റേ മഴവെള്ള ഹാർവസ്റ്റിൻ്റെ അത് ഇതാ ഇവിടെ വന്ന് വരും. അപ്പം വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ആദ്യമേ പറഞ്ഞല്ല, ഇവിടെ എത്ര കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ട ബൈക്കുകളൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ഒക്കുപേഡാണ്, എല്ലാ റൂമിലും ആളുണ്ട്. അതാണ് കണ്ട എല്ലാ ബൈക്കുകളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യണവരാണ് കൂടുതൽ ഇവിടെ എടുത്തിട്ടുള്ളത് കണ്ട. പിന്നെ അതേപോലെ ഇപ്പോൾ 7.5 സെൻറ്റ് ആയതുകൊണ്ട് ഇവിടെ കണ്ട ഫുള്ള് കാർ പാർക്കിംഗ് സ്പേസ് എല്ലാം ഉണ്ട്. പിന്നെ ഇതിലെ വഴി ഞാൻ അധികം കാണിച്ചല്ല, ഇതാണ് നമുക്ക് വഴി വരുന്നത് കണ്ട, കോൺക്രീറ്റ് വഴിയാണ് കണ്ട. അത് നമ്മുടെ 4 മുക്ക് ജംഗ്ഷൻ്റെ അത് അങ്ങോട്ട് പോകുന്ന റോഡാണ് കണ്ട, കോൺക്രീറ്റ് വലിയ വഴിയാണ്. ഇത് അതുവരെ ടാറുണ്ട്, പിന്നെ ഇതാ ഇങ്ങനെ കോൺക്രീറ്റ് ആയിട്ടാണ് നമ്മുടെ വഴി വന്നിട്ടുള്ളത്. അങ്ങനെ നല്ല അടിപൊളി ബിൽഡിംഗ് ആണ്. ഇതിപ്പം കുറച്ചുകൂടെ ഒരു ഇത്തിരി മുകളിലോട്ട് ഇരിക്കണോണ്ടേ ഇപ്പം വേറെ ഈ മഴവെള്ളം വന്നാലും എല്ലാം ഇങ്ങനെ സൈഡിൽ കൂടെ അങ്ങ് ഒലിച്ചങ്ങ് പോകും. ഇത്തിരി കുറച്ചൊരു ടോപ്പിലാണ് ഇരിക്കുന്നത് ബിൽഡിങ്, അതുകൊണ്ട് നല്ല വ്യൂ ആണ്. ഈ ടോപ്പ് ഇരിക്കണോണ്ട് നല്ല വ്യൂ ആണ്, നല്ല കാറ്റും കിട്ടും, നല്ല റിഫ്രഷ്മെൻ്റ് ഉള്ള ഒരു ഏരിയ കൂടെയാണ്, കാറ്റും കൂടെ കിട്ടും. അപ്പോൾ നല്ലൊരു അടിപൊളി ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്, ഓണർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1,65,00,000 രൂപയാണ്. 1,65,00,000. പിന്നെ ഇത് നിങ്ങൾക്ക് എളുപ്പം തന്നെ വാങ്ങാൻ പറ്റും, കാരണം ആൾറെഡി തന്നെ ഇതിലിപ്പോൾ ലോണിൽ ഇരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. കുറച്ച് എമൗണ്ട് ഇപ്പോൾ ആൾറെഡി ലോണുണ്ട്. അപ്പോൾ ഡോക്യുമെൻ്റ് എല്ലാം പക്കയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറിനെ തന്നെ നിങ്ങൾക്ക് സംസാരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഡയറക്റ്റ് ഓണറടുത്ത് തന്നെ കോൺടാക്ട് ചെയ്യാം. ഇതാണ് നമ്പർ. ഈ നമ്പറിൽ ഡയറക്റ്റ് ഓണറിനെ തന്നെ കോൺടാക്ട് ചെയ്ത് ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ പറ്റും. നല്ല കണ്ടീഷനിലുള്ള നല്ലൊരു അപ്പാർട്ട്മെൻറ്റ്, വെറും 2 വർഷം മാത്രം പഴക്കമുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്. 2 വർഷം ആവണത് അടുത്ത മാസമാണ് 2 വർഷം ആവാൻ പോകണം. അല്ലാതെ ഇത് അടുത്ത മാസം ഓഗസ്റ്റിലാണ് 2 വർഷം ആവണത്. അപ്പോൾ ഈ കണ്ടീഷൻ നോക്കി, എന്ത് നന്നായിട്ടിരിക്കണമെന്ന് നോക്കി, നല്ല നീറ്റായിട്ടിരിക്കണം ഒരു അപ്പാർട്ട്മെൻറ്റ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത്, ഇപ്പോൾ കഴക്കൂട്ടത്ത് ഒരു പ്ലോട്ട് മേടിച്ച് നമുക്കിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ 2, 3, 4 CR വരെയൊക്കെ പോകും. 3 CR 4 CR എങ്കിൽ മിനിമം വേണം. നമുക്കൊരു പ്ലോട്ട് മേടിച്ച് ഒരു അപ്പാർട്ട്മെൻറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോഴത്തെ 2000+ സ്ക്വയർ ഫീറ്റ് റേറ്റൊക്കെ ഇട്ട് നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായാലും 3, 4 CR വരെ പോകും. പക്ഷേ ഇതിപ്പോൾ ആൾറെഡി തന്നെ നമുക്ക് ഇതിപ്പോൾ ചെയ്ത് വരുമ്പം തന്നെ എന്ത് സമയം എടുക്കുമെന്ന് പറയാം, 2-3 വർഷം വരെയൊക്കെ എടുക്കും. അപ്പോൾ ആ ഒരു കോസ്റ്റും ടൈമും എല്ലാം നമുക്കിപ്പോൾ റെഡി ആയിട്ടിരിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം തൊട്ട് നമുക്ക് റെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ നമുക്കിത് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഇതാണ് റിയൽ എസ്റ്റേറ്റിൽ ഏറ്റവും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. അതായത് വാങ്ങിച്ച് അടുത്ത ദിവസം തന്നെ നമുക്ക് റെൻറ്റ് ജനറേറ്റ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് റെൻറ്റ് മാത്രമല്ല ജനറേറ്റ് ചെയ്യണത്, അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ബിൽഡിംഗ് നിങ്ങൾക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞ് വിൽക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ വിൽക്കാനും പറ്റും. അപ്പം വീണ്ടും എക്സ്ട്രാ എമൗണ്ടാണ് നമുക്ക് കിട്ടണത്. നമുക്ക് ഇപ്പം ബാങ്കിൽ FD ഇട്ടാൽ പോലും അങ്ങനെ കിട്ടൂല. അതാണ് ഈ റിയൽ എസ്റ്റേറ്റിലെ നമുക്ക് പ്രയോജനം കിട്ടണം. പിന്നെ ഇതിപ്പോൾ ഇത്രയും ജനറേറ്റ് ചെയ്യണമുണ്ടല്ലോ, പിന്നെ എന്തിന് വിൽക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ കാരണം എന്താണെന്ന് അറിയുമ്പോൾ, ഓണറും പുറത്തോട്ട് മൂവിങ് ഔട്ട് ആവണോണ്ടാണ് കിട്ടണത്. ഓണറിന് വേറൊരു ഓഫർ വന്നു പുറത്തോട്ട്, അതുകൊണ്ട് മൂവിങ് ഔട്ട് ആവുന്നു, അതുകൊണ്ട് വിൽക്കുന്നു, അതുകൊണ്ട് മാത്രമാണ് വിൽക്കണം. അല്ലാതെ ആരെങ്കിലും ഇത്രയും വലിയൊരു അപ്പാർട്ട്മെൻറ്റ് എപ്പോഴും പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് വിൽക്കും? ഒരിക്കലും വിൽക്കില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് വിൽക്കുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു അപ്പാർട്ട്മെൻറ്റാണ്. വില വെറും 1,65,00,000 രൂപ മാത്രമേ ഉള്ളൂ. നല്ലൊരു മീഡിയം പ്രൈസ് ടാഗാണ്. അപ്പോൾ ഈ നമ്പറിൽ ഡയറക്റ്റ് ഓണെന്ന് വിളിച്ച് ഡയറക്റ്റ് തന്നെ സെറ്റ് ആക്കിക്കോ. ഇനി നിങ്ങൾക്ക് കഴക്കൂട്ടത്തും അതുപോലെ മേനംകുളത്തൊക്കെ നല്ല രീതിയിൽ PGക്കൊക്കെ പറ്റിയ അപ്പാർട്ട്മെൻറ്റ് ഹോസ്റ്റലൊക്കെ വേണമെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് വെച്ചോയെ.